പ്രോഗ്രസ് ഉണ്ടായിട്ടാണ് പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കുന്നത് എന്ന് ബേപ്പൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി PV അൻവർ. പ്രചരണത്തിനിടെ മണ്ഡലത്തിൽ വ്യക്തിപരമായി ആക്രമണം നടത്തിയത് LDF ആണ്. മുഹമ്മദ് റിയാസ് ഒന്നും പറയാതെ മാറി നിന്ന് കൂലിപ്പട്ടാളത്തെ ഇറക്കി വ്യക്തിഹത്യ നടത്തുന്നു. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വിസ്മയങ്ങൾ സംഭവിച്ചെന്നും തെരഞ്ഞെടുപ്പിന് ശേഷവും വിസ്മയങ്ങൾ സംഭവിക്കുമായിരിക്കുമെന്നും PV അൻവർ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ബേപ്പൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി PV അൻവർ പ്രചാരണത്തിലാണ്. ഇപ്പോൾ പ്രചാരണം അതിൻ്റെ അവസാന ലാപ്പിലാണ്. ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്താനായിട്ട്. ഇപ്പോൾ പലവിധത്തിലുള്ള വിഷയങ്ങൾ ചർച്ചയായിട്ടുണ്ട് മണ്ഡലത്തിലുടനീളം. ഇന്നിപ്പോൾ നിലവിൽ മുഖ്യമന്ത്രി 10 വർഷത്തെ പ്രോഗ്രസ് കാർഡ് പുറത്തിറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മൊത്തത്തിൽ എങ്ങനെയാണ്? എന്ത് പ്രോഗ്രസ്സാണ്? എന്ത് പ്രോഗ്രസ്? കാർഡ് ഇറക്കണമെങ്കിൽ ആദ്യം പ്രോഗ്രസ് വേണ്ടേ? ഒരു കാർഡ് ഇറക്കിയിട്ട് കാര്യമുണ്ടോ? ജനങ്ങൾക്ക് പ്രോഗ്രസ് ഉണ്ടോ ഇല്ലെന്ന് അവരുടെ ജീവിതത്തിൽ അറിയില്ലോ. എന്തിനാ മുഖ്യമന്ത്രി കേരളത്തിൽ മുഴുവൻ ഇത്ര വലിയ ഹോർഡിങ്ങുകൾ ആയിരക്കണക്കിന് സ്ക്വയർ ഫീറ്റിൽ വെച്ചിരിക്കുന്നത്? എന്തിനാ ഈ പരസ്യം ചെയ്യേണ്ട ആവശ്യം? ജനങ്ങൾക്ക് അനുഭവഭേദ്യമാകണം ഇവിടുത്തെ ഡെവലപ്മെൻറ്റ്. അതൊന്നും ഇല്ലാതെ നാട് മുഴുവൻ പരസ്യം ചെയ്ത് ഇനിയിപ്പോൾ പ്രോഗ്രസ് കാർഡ് വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് ആ ജനങ്ങളത് വിശ്വസിക്കുമോ? നാളെ പറ്റിക്കുന്ന ഏർപ്പാടല്ലേ. അപ്പോൾ അവർ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് തെരഞ്ഞെടുപ്പ് റിസൾട്ടിൽ നമ്മൾ കാണും. ഈ മണ്ഡലത്തിൽ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴാണ് ചെറിയ വിവാദങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ പോയി. പേഴ്സണലായി ആക്രമിക്കുന്ന രീതിയിലേക്കുള്ള പ്രചാരണങ്ങളിലേക്ക് കാര്യങ്ങൾ പോയി. അത് പരാതിയായിട്ട് വരുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ വന്നു. അപ്പം ഈ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ എങ്ങനെയാണ് പ്രചാരണത്തെ കാണുന്നത്? ആ വിവാദങ്ങളെ പേഴ്സണൽ അറ്റാക്ക് നടത്തിയത് അവരാണ്. 4 ദിവസം മുമ്പ് ഇവിടെ മാറാട് പോലീസിൽ നമ്മൾ പരാതി കൊടുത്ത അദ്ദേഹം ഒന്നും പറയില്ല എന്ന് പറഞ്ഞാൽ മാറി നിന്നിട്ട് കുറേ കൂലിപ്പട്ടാളത്തിന് ഇറക്കിയിട്ട് ഇവിടെ എല്ലാ വണ്ടിയിലും പച്ചത്തെറി പറഞ്ഞു നടക്കുന്ന ജനങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. പിന്നെ തോറ്റെന്ന് അവർ ഉറപ്പിച്ചു. അതുകൊണ്ടുള്ള 4 അപരന്മാർ. അപ്പോൾ തോറ്റെന്ന് ഉറപ്പിച്ചവൻ എന്തിനാ ഈ തെറിയും പറഞ്ഞ് നടക്കുന്നത്? ജനങ്ങൾ കൈവിട്ടു. കുടിവെള്ളമില്ല, ആശുപത്രിയില്ല, സ്കൂളില്ല, തൊഴിലാളികൾക്ക് തൊഴിലില്ല, മത്സ്യബന്ധന തൊഴിലാളികൾക്ക് വീട്ടിലേക്ക് പോകാൻ കഴിയില്ല, ഉണ്ടാക്കിയ വീടിന് നമ്പർ കൊടുക്കുന്നില്ല, പട്ടയമില്ല. എന്താ ഉള്ളത്? എന്ത് വികസനം? VD സതീശൻ പ്രചാരണത്തിനായിട്ട് എത്തിയപ്പോൾ അദ്ദേഹം ജാഥയിൽ പറഞ്ഞത് ബേപ്പൂരിൽ ജയിച്ചാൽ അൻവർ വെറും ഒരു MLA മാത്രമായിരിക്കില്ല, ഒരു സർപ്രൈസ് കൂടി ഉണ്ട് എന്നുള്ളതാണ്. സർപ്രൈസുകൾ വിസ്മയങ്ങൾ നടന്നുകൊണ്ടിരിക്കല്ലേ. തെരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹം കുറേ വിസ്മയങ്ങളെക്കുറിച്ച് പറഞ്ഞു. അതൊക്കെ സംഭവിച്ചല്ലോ. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള വിസ്മയങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് അത് സംഭവിക്കുമായിരിക്കും. ഐ ഡോണ്ട് നോ. അവസാനമായി ബേപ്പൂരിലെ നില എങ്ങനെയാണ്? എന്താണ് പ്രതീക്ഷ? ശുഭപ്രതീക്ഷ തന്നെ? പ്രതീക്ഷയല്ല, വലിയ വോട്ടിൻ്റെ ഉറച്ച വോട്ടിൽ ഞങ്ങൾ ജയിക്കും. എല്ലാ നിലയിലും പ്രചരണം പൂർത്തിയാക്കി അവസാന ഘട്ടത്തിലാണ്. ആൾമോസ്റ്റ് 77 ആവർത്തിക്കും. ഷാഫിക്കൊപ്പം ബെൻസൺ ബാബു മങ്ങാട്ട്, ന്യൂസ് മലയാളം, കോഴിക്കോട്.